ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഓയിൽ മാത്രമേ ഈ ഷിപ്രക്ക് ആയിട്ടുള്ള വെസലിലുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെയുള്ള കണ്ടീഷൻ അനുസരിച്ച്, ഇന്ന് വരെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു ഓയിൽ സ്പില്ലേജ് വലിയ രീതിയിലുള്ളതായിട്ട് റിപ്പോർട്ടുകളില്ല. അതുപോലെ തന്നെ CMFRയുടെ പഠനങ്ങൾ, എന്നെ മുന്നേ സംസാരിച്ച ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ, നമ്മൾ ഈ ഷിപ്രക്ക് സംഭവിച്ച പിറ്റേ ദിവസം മുതൽ തന്നെ ഞങ്ങളുടെ 3 ടീമുകൾ എറണാകുളം, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ഭാഗത്ത് സാമ്പിളിംഗ് നടത്തി വരികയാണ്. ഇപ്പൊ വെള്ളത്തിന്റെ എന്തെങ്കിലും ചേഞ്ചുകൾ, അതായത് നമ്മൾ നോർമലി വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓയിലിന്റെയും ഗ്രീസിന്റെയും ഒക്കെ പ്രസൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം DO, pH, ആൽക്കലിനിറ്റി, ന്യൂട്രിയൻസ്, അതുപോലെ നമ്മൾ ഈ കടൽ വെള്ളത്തിലുള്ള സൂക്ഷ്മജീവികൾ, ഇതെല്ലാം നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സ്പീഷീസ് കോമ്പോസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ ഈ എല്ലാ ഘടകങ്ങളും വെച്ച് പറയുകയാണെങ്കിൽ ഇതുവരെയുള്ള കണ്ടീഷൻ, ഇന്ന് വരെയുള്ള കണ്ടീഷൻസ് എല്ലാം നോർമലാണ്. നോർമലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. ഇപ്പം കാൽസ്യം കാർബൈഡ് നേരത്തെ സൂചിച്ച പോലെ വളരെ വലിയ തോതിൽ വെള്ളത്തിൽ കലരുകയാണെങ്കിൽ അസറ്റിലും അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉണ്ടാവും. അങ്ങനൊരു സ്പില്ല് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. അതുപോലെ മത്സ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ലാബിൽ കൊണ്ടുവന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ റിസർച്ച് വെസല് ഇപ്പോഴത്തുള്ള കാലാവസ്ഥ അനുയോജ്യമാവാത്തത് കൊണ്ട് നമുക്ക് എക്സ്പെരിമെന്റൽ ഫിഷിംഗ് നടത്താൻ പറ്റുന്നില്ല. ഹാർബറുകളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലാവസ്ഥ മോശമായത് കാരണം IMDയും അതുപോലെ കേരള സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഏർപ്പെടുത്തിയ ഒരു ഫിഷിംഗ് ബാനും ഒക്കെ കൊണ്ട് മത്സ്യങ്ങൾ ആക്ച്വലി ഹാർബറുകളിലേക്ക്, ഈ മേഖലയിലുള്ള ഹാർബറുകളിലേക്ക് അധികം വരുന്നില്ല. തിരുവനന്തപുരം മേഖലയിലൊക്കെ ഇന്ന് മുതൽ ചെറിയ രീതിയിൽ മത്സ്യങ്ങൾ വന്നു തുടങ്ങി. അവിടുന്ന് ഞങ്ങൾ സാമ്പിൾ എടുത്തു. ഇന്ന് തന്നെ ഞങ്ങളുടെ സഹോദര സ്ഥാപനം CFTയിൽ അതിനെ അനാലിസിസ് ചെയ്തു, അതിന്റെ ഗട്ട് പരിശോധിച്ചു. അപ്പോൾ നോർമലിൽ നിന്ന് മാറി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ റിപ്പോർട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യങ്ങളുടെ പ്രശ്നം പറയുകയാണെങ്കിൽ ഈ ഓയിൽ ആൻഡ് ഗ്രീസ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ആണ് കൂടുതലായിട്ട് ടോക്സിക് എഫക്ട് കൊണ്ടുവരാൻ സാധ്യത. അപ്പൊ അത് ഇതുവരെ പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ കടലോര പ്രദേശങ്ങളിൽ. രണ്ടാമതായിട്ട് പിന്നെ വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ കണ്ടെയ്നറിൽ നിന്ന് കണ്ടത് നമ്മള് ഇപ്പൊ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ വന്ന് അടിഞ്ഞത് ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്, വുഡ് ബ്ലോക്സ്, തടികള്, കോട്ടൺ, ടെക്സ്റ്റൈൽ മെറ്റീരിയല്, അതുപോലെ തേയില, കാഷ്യൂ, ഇതൊക്കെയാണ്. അപ്പൊ ഇവയില് പിന്നെ മത്സ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുള്ളത് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ അതിന്റെയും വിവരശേഖരണം നടത്തി വരികയാണ്. പ്ലാസ്റ്റിക് ആസെറ്റ്സ് അതിനകത്തൊരു ടോക്സിക് കണ്ടന്റ് ഇല്ല. പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം, കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ഈ ഫുഡ് ചെയിനിലേക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും, ടോക്സിക് എഫക്ട്സ് ഒന്നും ഇതിന് വലുതായിട്ടില്ല. അതാണ് നമ്മുടെ വിലയിരുത്തൽ.